ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ വീണ്ടും കോവിഡ്-19 കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഇതിൽ ഭൂരിഭാഗവും കേരളം, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ കേരളത്തിലും കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. ഒമിക്രോൺ പരമ്പരയിൽപ്പെട്ട പിറോള സ്ട്രെയിൻ എന്നും അറിയപ്പെടുന്ന BA.2.86ന്റെ JN.1 ഉപവകഭേദമാണ് പുതിയ കേസുകളുടെ വർധനവിന് കാരണം. ഈ വൈറസ് നിലവിലുള്ള പ്രതിരോധ ശേഷിയെ തളർത്തുമെന്നും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഇവ വേഗത്തിൽ പടരുമെന്നും വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒമിക്രോണുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ തന്നെയാണ് പിറോള വൈറസിന് ഉള്ളതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം കോവിഡ്-19ന്റെ ഒമിക്രോൺ വകഭേദത്തിന്റെ ഒരു പതിപ്പാണ് JN.1. അതിന്റെ ഘടനയിൽ ഏകദേശം 30 മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾ അതിനെ കൂടുതൽ അപകടകരമാക്കണമെന്നില്ല. എന്നാൽ ആ വൈറസ് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ തകർത്തു കളയുന്നതാണ്. വൈറസ് നമ്മുടെ കോശങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിക്കുന്ന സ്പൈക്ക് പ്രോട്ടീനിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുക. അതേസമയം ഒമിക്രോൺ തരംഗം ആരംഭിച്ചിട്ട് കുറച്ചു കാലമായെങ്കിലും നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിലെ മെമ്മറി T സെല്ലുകൾക്കും B സെല്ലുകൾക്കും ഇപ്പോഴും അതിനെ ചെറുക്കാൻ കഴിയും. ഈ കോശങ്ങൾ മുൻകാല അണുബാധകളിൽ നിന്നോ വാക്സിനുകളിൽ നിന്നോ വൈറസിനെ ചെറുക്കുന്നതാണ്. ഇത് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ രോഗത്തെ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് അനിയന്ത്രിതമായ പ്രമേഹം, വിട്ടുമാറാത്ത വൃക്കരോഗം, HIV തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർ എന്നിവരുമാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവരും കൂടുതൽ അപകട സാധ്യതയുള്ളവരാണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ ദുർബലമായതോ നിർജീവമാക്കിയതോ ആയ വൈറസ് ഉപയോഗിച്ച് മുൻകാല വൈറസുകൾക്കായി നിർമ്മിച്ച പഴയ വാക്സിനുകൾ JN.1-നെതിരെ നന്നായി പ്രവർത്തിക്കണമെന്നില്ല. ജെംകോവാക് 19 പോലുള്ള പുതിയ mRNA വാക്സിനുകൾ മികച്ചതാണ്. കാരണം അവ പുതിയ വകഭേദങ്ങൾക്കായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. രോഗപ്രതിരോധ പ്രതികരണം ഉണർത്താൻ അവ ലാബ് നിർമ്മിത mRNA ഉപയോഗിക്കുന്നുണ്ട്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ JN.1 വകഭേദങ്ങളായ LF7, LB1.8 എന്നിവയ്ക്ക് രോഗവ്യാപന ശേഷി കൂടുതലാണ്. എന്നാൽ തീവ്രത കൂടുതലല്ല. സ്വയം പ്രതിരോധം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ മുൻകരുതൽ എന്നോണം ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ്. കൂടാതെ ആശുപത്രികളിൽ വരുന്നവർ തീർച്ചയായും മാസ്ക് ഉപയോഗിക്കണം. ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം. അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം. ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാൻ ശ്രദ്ധിക്കുകയും വേണം. എവിടെയാണോ ചികിത്സിക്കുന്നത് ആ ആശുപത്രിയിൽ തന്നെ പ്രോട്ടോകോൾ പാലിച്ച് ചികിത്സ ഉറപ്പാക്കണം. ചില സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ആണെന്ന് കാണുമ്പോൾ റെഫർ ചെയ്യുന്നത് ശരിയല്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്തുന്നുണ്ട്. 182 കോവിഡ് കേസുകളാണ് മെയ് മാസത്തിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ 57 കേസുകളും എറണാകുളത്ത് 34 കേസുകളും തിരുവനന്തപുരത്ത് 30 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. RT-PCR കിറ്റുകളും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിപ പ്രതിരോധ പ്രവർത്തനം പ്രത്യേകമായി യോഗം ചർച്ച ചെയ്തു. പ്രോട്ടോകോൾ പാലിച്ച് കൺട്രോൾ റൂം പ്രവർത്തനങ്ങൾ തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗവ്യാപനം ഇല്ലാത്തതിനാലും കണ്ടെയ്ൻമെന്റ് സോൺ പിൻവലിക്കാവുന്നതാണെന്ന് യോഗം വിലയിരുത്തിയിട്ടുണ്ട്. അതേസമയം മഴക്കാലം വരുന്നതിനാൽ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി, എലിപ്പനി, ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇടവിട്ട് മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായ കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും വേണം. ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പൊതുജന ആരോഗ്യ നിയമപ്രകാരം സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ രോഗങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ആക്ഷൻ പ്ലാൻ ഉണ്ടാകണം. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ഈ മാസം അവസാനത്തിനുള്ളിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയെന്ന് ഉറപ്പാക്കുകയും വേണം. മലിനമായ വെള്ളം കാരണം ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. കോളറ, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്കെതിരെയും ജാഗ്രത പാലിക്കേണ്ടതാണ്.
പഴയ വാക്സിനുകൾ മുൻ വകഭേദങ്ങൾ പ്രതിരോധിക്കാനായി വികസിപ്പിച്ചെടുത്തവയാണ്. അതിനാൽ പഴയ വാക്സിനേഷൻ ഒരു റൗണ്ട് കൂടി ആവർത്തിക്കുന്നതിനാൽ അർത്ഥമില്ലെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. പുതിയ സാഹചര്യത്തിൽ ജെംകോവാക് 19 പോലുള്ള mRNA വാക്സിനുകളാണ് ആവശ്യം. രോഗപ്രതിരോധ സംവിധാനം ഉത്തേജിപ്പിക്കുന്നതിനായി ലാബ് നിർമ്മിത mRNA ഉപയോഗിച്ച് പ്രോട്ടീൻ സൃഷ്ടിക്കുന്നവയാണിവ. തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക, കൈകളുടെ ശുചിത്വം പാലിക്കുക, രോഗബാധിതരുമായി അടുത്ത ബന്ധം ഒഴിവാക്കുക തുടങ്ങിയ മുൻകാലങ്ങളിൽ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ പിന്തുടരുന്നതും രോഗവ്യാപനം നിയന്ത്രിക്കാൻ സഹായകമാണ്.